2 വർഷത്തോളമായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന തിരുവങ്കോത്തുമുക്ക് പാക്കോയി റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാക്കോയി പാലവുമായി ബന്ധിപ്പിക്കുന്ന നരിപ്പറ്റ പഞ്ചായത്തിലെ തിരുവങ്കോത്തുമുക്ക് പാലം റോഡാണ് മെറ്റൽ കൂനകൾ നിറഞ്ഞും രൂക്ഷമായ പൊടിശല്യം കാരണവും സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നത്. നരിപ്പറ്റ വാണിമേൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാക്കോയി പാലത്തിലേക്ക് എത്തുന്നതിന് നരിപ്പറ്റയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ പ്രവൃത്തി നിലച്ചിട്ട് 2 വർഷത്തോളമായി. കരാറുകാരന്റെ അനാസ്ഥയാണെന്ന മറുപടിയാണ് നിയോജക മണ്ഡലം MLAയിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. മെറ്റൽ കൂനകളും പൊടിയും കാരണം സഞ്ചാരം മാത്രമല്ല ജീവിതം തന്നെ ദുസ്സഹമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഭരണകൂടത്തിന്റെയും അധികൃതരുടെയും അനങ്ങാപ്പാറ നയത്തിനെതിരെ 2ാം ഘട്ട സമരപരിപാടിയുടെ ഭാഗമായാണ് കുറ്റ്യാടി PWD ഓഫീസിലേക്ക് UDFന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത്. നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് ഉദ്ഘാടനം ചെയ്തു. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് പാക്കോയി പുഴക്ക് പാലം പണിതത്. 3.5 കോടി രൂപ അപ്രോച്ച് റോഡുകൾക്ക് വേണ്ടി ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തെ പ്രവൃത്തി വാണിമേൽ മുതൽ പാക്കോയി വരെയുള്ള പ്രവൃത്തി ഈ കരാറുകാരൻ എടുത്തു തീർത്തിട്ടുണ്ട്. പാക്കോയി മുതൽ നരിപ്പറ്റ പഞ്ചായത്തിലെ ഭാഗത്തെ പണിയാണ് നടക്കാത്തത്. ഇയാൾ എന്താ ഈ പണി ചെയ്യാത്തത് എന്ന് ഈ PWD ഓഫീസിൽ നിന്ന് അരപ്പായി കടലാസിൽ ഇതുവരെ എഴുതി ചോദിച്ചിട്ടില്ല, നോട്ടീസ് അയക്ക് കൊടുത്തിട്ടില്ല. ഇയാളെ കരിമ്പട്ടിയിൽ പെടുത്തേണ്ട ആളാണ്. ഇയാൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ വിചാരിച്ച പോലല്ല. ഈ കുറ്റ്യാടി മുതൽ തൊട്ടിൽപ്പാലം വരെ ഉള്ള റോഡ് BMNBCയിൽ വർക്ക് ചെയ്ത ഈ കരാറുകാരനാണ്. ഈ മലയോര പ്രദേശത്ത് 1-2 പ്രധാനപ്പെട്ട വർക്കുകൾ ഈ കരാറുകാരൻ എടുത്തിട്ടുണ്ട്. കുറ്റ്യാടി PWD ഓഫീസുമായും അതുപോലെ മറ്റുള്ള ആളെ പേര് ഞാൻ പറയുന്നില്ല, മറ്റ് ചില ആളുകളുമായും വളരെ വലിയ ബന്ധമുള്ള ആളാണ് ഈ കരാറുകാരൻ. ആ ധിക്കാരായി കരാറുകാരൻ കാണിക്കുന്നത്, ആ ധാർഷ്ട്യമാണ് ഈ കരാറുകാരൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഏറ്റവും വേഗതയുള്ള അഴിമതിക്കാർ, വികസനത്തിന് വേഗത കുറവാണ്. ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ വികസന കാര്യത്തിലുള്ള മന്ദിപ്പ്. അതാണ് ഈ റോഡിൻ്റെ പ്രവൃത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ PWD ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഭാഗത്ത് ജനങ്ങൾ ഇങ്ങനെ മരിച്ചോട്ടെന്ന് ഞങ്ങൾ വിചാരിച്ച് പൊടിവാരി ജനങ്ങൾ സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തു. ഇവിടെ നേരത്തെ നാണ് പറഞ്ഞല്ലോ, 8 മീറ്ററും 10 മീറ്ററും റോഡുണ്ടാക്കാൻ ജനങ്ങൾ ഫ്രീ ആയിട്ട് ആ സ്ഥലം കൊടുത്ത്. ഇവിടെ ചുരത്തുമല വരെ 2 മീറ്റർ സ്ഥലം കിട്ടുന്നില്ല. പല നേതാക്കന്മാരെയും പുരേൻ്റെ മുമ്പിൽ 8 മീറ്റർ വീതിയാക്കണമെന്ന് അവിടെ 6 മീറ്റർ ആക്കൽ. ഇവിടെ അതൊന്നുമല്ല. ഇവിടുത്തെ എല്ലാ ആളുകളും ഒന്നിച്ച് സ്ഥലം കൊടുത്ത് ആ സ്ഥലം കൊടുത്ത് പോലെ മരിക്കുവനാ, പോലെ മേലെ പൊടിവാരി കോറി വേസ്റ്റ് വാരി അവർ ആ ശ്വാസം കഴിച്ച് ബ്രോങ്കൈറ്റിസ് രോഗികളായി, മറ്റ് രോഗമുള്ള ആളുകൾ കഠിനമായ രോഗികളായി മാറി അവർ മരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്ഥലം സൗജന്യമായി കൊടുത്ത്? അല്ല, നാട് നന്നാവാനാണ്. അത് ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. നിങ്ങൾ നല്ല സുഹൃത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളാ ഈ കരാറുകാരൻ പല നിരക്കും തൃപ്തിപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ ഒരു നാട്ടിലെ ജനങ്ങളെ കൊന്ന് നിങ്ങൾ സുഖമായി ഇവിടെ കഴിയാം എന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണ്ട. ഇവർക്ക് പറ്റിയ ഗവൺമെൻറ് വഴി ഇവരോടെല്ലാം തന്നെ മാസപ്പടിയോ കൊല്ലപ്പടിയോ എന്ത് പടിയാ അറിയല, ആ പടി ഈ കരാറുകളെല്ലാം വാങ്ങുന്നുണ്ട്. അതാണ് ഈ കരാറുകാർ കാസർഗോഡ് നിന്ന് വന്ന കാക്ക കുറ്റ്യാടി വന്ന് കൂടുന്നത്. വെറുതെ അല്ല, കാസർഗോഡത്തെ കാക്ക ഇവിടെ വന്ന് കൂടുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് അഴിമതിയാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി നടക്കാത്തത് എന്ന ശക്തമായ ആരോപണം UDF ഉന്നയിക്കുകയാണ്. അഴിമതിയാണ്. തിങ്കളാഴ്ച ഈ റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങാം എന്ന് ഒരു വാക്കാലുള്ള ഉറപ്പ് പറഞ്ഞു. അതല്ല ഉറപ്പാ, ഉണ്ടാവും തോന്നുന്നില്ല.
നമുക്ക് ഈ പ്രവൃത്തി തുടങ്ങുന്നില്ലെങ്കിൽ ഈ ആഫീസ് പിക്കറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധമുള്ള സമരം സംഘടിപ്പിക്കണമെന്ന് നാട്ടുകാരോട് അപേക്ഷിച്ചുകൊണ്ട് CK നാണു അധ്യക്ഷനായി. കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കോരങ്കോട്ട് ജമാൽ, നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP ജാഫർ മാസ്റ്റർ, N ഹമീദ് മാസ്റ്റർ, വാർഡ് മെമ്പർ സാലിഹ മജീദ്, CP കുഞ്ഞബ്ദുല്ല, CMP ഗോപാലൻ, VK റാഷിദ്, തുണ്ടിയിൽ അഷ്റഫ്, K സാബിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.